അപ്പോൾ അത് ARM ഒന്ന് ARM കണ്ടു കഴിഞ്ഞ് ഇരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയാണ്. പടം എങ്ങനെ ഉണ്ടായിരുന്നത്? പടം എന്താ പറയുക, ഞാൻ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാവുന്ന പടമായിരുന്നു, പക്ഷെ കലക്കനായിട്ട് തോന്നി എനിക്ക്. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഞാനത് പറയാറുണ്ട്, ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 3D കൂടി ആണല്ലോ, പിന്നെ എന്താ കാണിച്ചതെന്ന് അറിയാൻ പാടില്ല. ഇന്നലെ തൊട്ടിട്ട് കുറേ അഭ്യൂഹങ്ങൾ കയറലുണ്ടായിരുന്നു, 2K ഇല്ല 3K ഇല്ല 3D ഇല്ല അറിയില്ല. 9 മണിക്കുള്ള ഷോക്കാണ് ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ എന്തോ ഇഷ്യൂ 3Dയുടെ ഇഷ്യൂ കാരണം മിക്ക തിയേറ്ററിലും ഷോയൊക്കെ ക്യാൻസൽ ചെയ്യുണ്ടായി. അത് കാരണം ഞങ്ങൾ 3D ഇല്ല 2D കാണാമെന്നുള്ള പ്രതീക്ഷകളാണ് വന്ന. ഭാഗ്യത്തിന് എന്തോ ഇവിടെ 3D തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് സീൻ ഉണ്ടായില്ലായിരുന്നു. അത് മാത്രമല്ല കേട്ടോ, പടം അതിനുള്ളുണ്ട്, ഒരു ലാർജ് സ്കെയിൽ പടമാണെന്ന് നിങ്ങൾക്ക് പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുറേ എലിമെൻറ്റ്സ് ഉണ്ട് അതിനകത്ത്, എടുത്തു പറയേണ്ട കുറേ എലിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ. പിന്നെ ക്യാമറ വർക്ക്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും ഉൾപ്പെടെ എല്ലാം അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ടോവിനോടെ പെർഫോമൻസ് എടുത്തു വരണം. 3 ക്യാരക്ടേഴ്സ് ഉണ്ട്, പുള്ളി ആ ഒരു എഫേർട്ട് ഇട്ട് ചെയ്ത് 3 മോഡുലേഷനൊക്കെ പിടിച്ച് ചെയ്തേക്കണേ, അത് കിട്ടില്ലായിട്ട് തോന്നി. സാധാരണ പുള്ളിനെ കാണുന്നേക്കാൾ വ്യത്യസ്തമായിട്ട് മറ്റേ പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക, ആ ഒരു മണിയെന്ന ക്യാരക്ടർ ചുമ്മാ അടിപൊളിയായിരുന്നു, ഒരു വെറൈറ്റി. അതായത് മണി എന്ന് പറയുക കാണാത്തൊരു പെർഫോമൻസ് ആയിരുന്നു, ഇതിനായിട്ട് വേറൊരു പടത്തിലൊന്നും കാണാത്തൊരു രീതിയിലുള്ള പെർഫോമൻസ്. മണി എന്ന് പറയുന്നത് മറ്റേ 3 ക്യാരക്ടേഴ്സിലൊരു ക്യാരക്ടർ, ടോവിനെ ചെയ്യുന്ന 3 ക്യാരക്ടേഴ്സിലൊരു ക്യാരക്ടർ. ആ ട്രെയിലറിലൊക്കെ നിങ്ങൾ മുടി വളർത്തി കണ്ടുകൊണ്ടായിരിക്കും ആ ഒരു ക്യാരക്ടർ, അത് ചുമ്മാ കിടിൽ നടന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളാരും എന്തായാലും OTT അങ്ങനെ രീതിയിലൊന്നും വാച്ച് ചെയ്യാൻ നിൽക്കരുത്, കാരണം തിയേറ്റർ മസ്റ്റായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടമാണ്, പ്രത്യേകിച്ച് 3D കൂടിയാണ്. അപ്പോൾ പറയാമല്ലോ, എൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് കാണാനൊക്കെ എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും നമ്മൾ OTT കാണുമ്പോൾ. ഇത് ശരിക്കും 2D കൊണ്ട് എടുത്തിട്ട് ഒരു 3D ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കണയാണ്. പക്ഷെ എന്നാലും രസമുണ്ട് കണ്ടിരിക്കുക, ആ ഒരു ലൈഫുണ്ട്. നമുക്ക് 3D ആണെന്ന് അറിയാമല്ലോ, ഒരു ലൈഫ് കിട്ടുമല്ലോ പടത്തിന്, ആ ഒരു ലൈഫുണ്ട്. പറയേണ്ടതെന്ന് വെച്ചാൽ മലയാളത്തിലാകുമ്പോൾ അങ്ങനെ 3D പടങ്ങളൊന്നും വരാറില്ല. കുട്ടിച്ചാത്തനെ നഷ്ടം ഏതായി കുട്ടിച്ചാത്തനെ കാണുന്നത് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു മലയാളത്തിൽ തന്നെ ഒരു 3D എലമെന്റ് വരുന്നത്. പുള്ളിയുടെ ഫസ്റ്റത്തെ പടമാണ് ജിതിൻലാലിൻ്റെ ഫസ്റ്റത്തെ പടം. പക്ഷെ ആ ഒരു ഇതൊന്നല്ല, എന്നാ ഒരു മെച്ചുറ ഭയങ്കര രസമുണ്ടായി കണ്ടുകൊണ്ടിരിക്കുക. ആ ഒരു മേക്കിങ്ങും പരിപാടിയൊക്കെ ഫസ്റ്റ് പടം നമുക്കൊരു ഫീൽ ചെയ്യില്ല. പുള്ളിക്ക് എന്തായാലും നല്ല കലക്കം പടങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്, ബേസിൽ വെച്ചുറീസ് അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം പെർഫോമൻസ് വൈസ് എല്ലാവരും അടിപൊളി ചെയ്യുന്നുണ്ട്. 3 ക്യാരക്ടേഴ്സിന് നമ്മൾ തന്നെ കാണിക്കുന്നത്. മെയിനായിട്ട് അജയൻ്റെ കഥ ബേസ് ചെയ്ത് പോകണോണ്ട് തന്നെ അജയൻ്റെ 2ാം മോഷണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പടം തിയേറ്ററിൽ പോയി കാണുന്നതായിരിക്കും നല്ലതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. ഓക്കെ, ഗുഡ് ബൈ.